ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് നമ്മൾ ഉപവാസം പ്രാർത്ഥനയുമായി വീണ്ടും ദൈവസന്നിധിയിൽ മുട്ടുകളെ മടക്കുകയാണ്. നമുക്ക് ആശ്രയിപ്പാനും നമുക്ക് വിടുതൽ പ്രാപിപ്പാനും ഉള്ള ഒരിടമാണ് കർത്താവിൻ്റെ സന്നിധി എന്നുള്ളത്. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കും പോലെ കർത്താവ് ഏറ്റവും അവസാനം നീക്കിക്കളയുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ സന്നിധി. എന്താണ് ദൈവത്തിൻ്റെ സന്നിധി? ദൈവത്തിൻ്റെ അടുക്കൽ ഏത് മനുഷ്യർക്കും വരാനൊരു ഇടമുണ്ട്. അത് ഇന്ന സ്ഥലം എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുകയില്ല. ചിലർക്കത് ദൈവാലയമായിരിക്കാം, മറ്റു ചിലർക്ക് മറ്റേതെങ്കിലും ഇടമായിരിക്കാം, സാഹചര്യമായിരിക്കാം. എല്ലാം ദൈവവും അവനുമായി എങ്ങനെ കണ്ടുമുട്ടി എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. യാക്കോബിന് നിശ്ചയമുള്ള ഒരിടമാണ് ബേഥേൽ എന്ന് പറയുന്നത്. ബേഥേലിൽ യാക്കോബ് ചെന്നാൽ അവനോട് ഉടമ്പടി ചെയ്ത ദൈവം, അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച ഒരു സമർപ്പണത്തിൻ്റെ ഇടമാണ് അത്. അവിടെ ചെന്നാൽ അവൻ ദൈവത്തോട് സംസാരിക്കാൻ വ്യവസ്ഥയുണ്ട്. കാരണം ദൈവം അവന് പ്രത്യക്ഷനായതും അവൻ്റെ ഭാരങ്ങളെല്ലാം ചുമന്നുകൊണ്ട് അവിടെ വന്നതും കല്ല് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങിയതും ആ സമയം സ്വർഗത്തിലെ ദൈവം അവന് പ്രത്യക്ഷനായതും അവന് ഒരു വലിയ ദർശനം കർത്താവ് കൊടുത്തതും ദൈവം അവിടെ ഉണ്ടെന്നും ദൈവത്തിൻ്റെ കരം തന്നോടൊപ്പം ഉണ്ടെന്നും ദൈവം സംസാരിച്ച ഒരിടമാണത്. മാത്രമല്ല, താൻ ദൈവത്തോട് ചില ഉടമ്പടികൾ, ഞാൻ ഈ പോകുന്ന വഴിയിൽ ദൈവം എന്നോടുകൂടി ഇരിക്കുകയും എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരവും എനിക്ക് ഉടുപ്പാൻ വസ്ത്രവും അങ്ങനെ എനിക്ക് വേണ്ടതൊക്കെയും തന്ന് എൻ്റെ പിതൃഭവനത്തിലേക്ക് എന്നെ മടക്കി വരുത്തുകയും ചെയ്താൽ യഹോവ എൻ്റെ ദൈവമായിരിക്കും, ഈ തൂണായി നിർത്തിയ ഈ സ്ഥാനം ദൈവത്തിൻ്റെ ആലയവുമായിരിക്കും എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സമർപ്പണം യാക്കോബ് എടുക്കുവാൻ ഇടയായി തീർന്നു. മാത്രമല്ല, എനിക്ക് ലഭിക്കുന്നതിലൊക്കെയും ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ദശാംശം കൊടുക്കുകയും ചെയ്യും. യാക്കോബ് അത് എങ്ങനെ പറഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. കാരണം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. ആ സാഹചര്യത്തിൽ ഒരു മനുഷ്യനും യാക്കോബിനെ സഹായിക്കാനില്ല, ഒരാൾക്കും സഹായിക്കാൻ സാധിക്കുകയുമില്ല. കാരണം ജ്യേഷ്ഠൻ്റെ ഭീഷണി കേട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നത്. അപ്പനും അമ്മയ്ക്കും ആ കാര്യത്തിൽ സഹായിപ്പാൻ പരിമിതിയുണ്ട്. അങ്ങനെ വീടില്ല, നാടില്ല, വേണ്ടപ്പെട്ടവരില്ല, ഉറ്റവരെല്ലാം കൈവിട്ടു, അങ്ങനെ പോകുന്ന സന്ദർഭമാണ്. തനിക്കൊന്നുമില്ല. ഈ സമയത്ത് ദൈവം അവനോടൊപ്പം ഉണ്ട് എന്ന് ദൈവം വെളിപ്പെടുത്തിയ ഒരിടമാണ്. അവൻ്റെ ജീവിതത്തിൽ അതൊരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒന്നാണ്. അവൻ്റെ സകല പ്രവൃത്തിയിലും അവന് എടുത്ത ഉടമ്പടി ഓർമ്മയിലുണ്ടാകണം. ഈ ഓർമ്മ വെച്ച് വേണം അവൻ ഇനി മുതൽ ജീവിക്കാൻ. കാരണം ഉടമ്പടി എടുത്ത സ്ഥലത്ത് ഉടയവൻ ഉണ്ട്. ഏത് സമയത്തും പറഞ്ഞ വാക്കിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ഉടുപ്പാൻ വസ്ത്രവും
ഭക്ഷിപ്പാൻ ആഹാരവും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ, തനിക്ക് ഏതെങ്കിലും നന്മ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബേഥേലിൽ വരാം. വന്ന് ഞാൻ കർത്താവുമായിട്ടൊരു ഉടമ്പടി ചെയ്ത് ഞാൻ പോയതാണ്. കർത്താവാണ് എൻ്റെ ദൈവം, യഹോവയാണ് എൻ്റെ ദൈവം. ഞാൻ എനിക്ക് തന്നതിലൊക്കെ ഞങ്ങൾക്ക് ദശാംശവും തന്നിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഇന്ന കാര്യത്തിൽ നിന്ന് മുട്ട് വന്നിരിക്കുന്നു എന്ന് ധൈര്യമായിട്ട് അവിടെ വന്ന് പറയാം. അതിന് മറുപടി പറയാനും പരിഹാരം കൽപ്പിക്കാനും ബേഥേലിലെ ദൈവം അവിടെ ഉണ്ട്. കടന്നുപോയി, കർത്താവ് കൂടെ ഇരുന്നു, വിശ്വസ്തനായി തന്നെ ഇരുന്നു. രണ്ടുപേരും പരസ്പരം വിശ്വസ്തത പുലർത്തി. വർഷങ്ങൾക്ക് ശേഷം യാക്കോബ് ഒരു വലിയ സമൂഹമായി തീർന്നു. ഭാര്യമാരും കുട്ടികളും വേലക്കാരും മൃഗസമ്പത്തും മറ്റ് സമ്പത്തുകളും എല്ലാമായി വലിയൊരു സമൂഹമായി തീർന്നു. അങ്ങനെ മടങ്ങി വരികയാണ്. അപ്പോഴും മാറ്റമില്ലാത്തവനായ ദൈവം ബേഥേലിലുണ്ട്. എന്നാൽ യാക്കോബ് അത് മറന്നു. തിരിച്ചുള്ള യാത്രയിൽ അത് മറന്ന് വേറൊരു വഴിയായി വേറൊരു സ്ഥലത്തേക്ക് പോകുവാൻ ഇടയായി തീർന്നു. അത് ദൈവത്തിന് പ്രസാദമായില്ല. ചില അബദ്ധങ്ങളും ചില അപകടങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നു. താൻ മരണഭയത്തിലായി. എന്തു ചെയ്യും? കാരണം മക്കള് ചില കാഠിന്യ പ്രവൃത്തികൾ ചെയ്ത് ചുറ്റുമുള്ള രാജാക്കന്മാരെയും ചുറ്റുമുള്ള മനുഷ്യരെയും എല്ലാം, ജാതികളെയെല്ലാം വെറുപ്പിച്ചു, ശത്രുക്കളാക്കി. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി വന്ന് യാക്കോബിനെയും അവരുടെ കുടുംബത്തെയും നശിപ്പിക്കുമെന്നുള്ള ഒരു ഭയം യാക്കോബിനെ ഭരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ കഴിയുന്ന സമയത്താണ്, എന്താണ് എനിക്ക് തെറ്റിയത്? എവിടെയാണ് എനിക്ക് തെറ്റിയത്? ഞാനും എൻ്റെ ദൈവവുമായിട്ട് കണ്ടുമുട്ടിയതും കർത്താവ് എന്നോട് ചില കാര്യങ്ങളെല്ലാം സംസാരിച്ചതും ഞാനതിന് മറുപടി പറഞ്ഞതും ഞങ്ങൾ തമ്മിൽ ഉഭയസമ്മതം ചെയ്തതും ദൈവം അത് അംഗീകരിച്ചതുമായ കാര്യങ്ങളൊക്കെയും യാക്കോബ് ഓർത്തു. ദൈവം യാക്കോബിനോട് പറഞ്ഞു, ഞാൻ ബേഥേലിലെ ദൈവമാകുന്നു, ഞാൻ ബേഥേലിലെ ദൈവമാകുന്നു. നീ അവിടെ ചെല്ലുക, അവിടെ ചെന്ന് യാഗം കഴിക്കുക, അവിടെ ചെന്ന് ചില കാര്യങ്ങളെല്ലാം ചെയ്യുവാനുള്ള കൽപ്പന ദൈവം കൊടുത്തു. തൻ്റെ തെറ്റിനെ മനസ്സിലാക്കി അവിടെ നിന്ന് യാക്കോബ് ഭവനസമേതം കുടുംബമായിട്ട് ബേഥേലിലേക്ക് യാത്രയാകുകയാണ്. അത് യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സന്നിധിയാണ്. ദൈവം അവനോട് അരുളി ചെയ്ത ആ ഇടം അവൻ മറന്നുപോയെങ്കിലും ദൈവം മറന്നുപോയിട്ടില്ല. ദൈവം അത് മറക്കാൻ അനീതിയുള്ളവനല്ല. കാരണം കർത്താവുമായിട്ടൊരു ഉടമ്പടി ചെയ്യുമ്പോൾ ആ ഉടമ്പടി ചെയ്ത ഇടം, കർത്താവ് മനുഷ്യനുമായിട്ട് സന്ധിക്കുന്ന ഇടം, അത് ദൈവത്തിൻ്റെ സന്നിധിയാണ്. അവൻ അവിടെ ചെന്ന് അവൻ്റെ കാര്യങ്ങൾ പറയാനായി ഒരിടം ദൈവം കൊടുത്തതാണ്. അത് മറ്റെല്ലാ ഇടങ്ങളെക്കാൾ കൂടുതൽ വിലപ്പെട്ടതാണ്. മറ്റുള്ള സ്ഥലം പോലെയല്ല യാക്കോബിന് ആ ഇടം എന്ന് പറയുന്നത്. എന്നാൽ യാക്കോബിന്റെ അമ്മ റിബേക്കയ്ക്ക് ഒരിക്കൽ യാക്കോബിനെയും ഏശാവിനെയും ഗർഭം ധരിച്ചിരിക്കുമ്പോൾ പിള്ളകൾ അവളുടെ ഉള്ളിൽ തിക്കി. രണ്ട് കുട്ടികൾ തമ്മിൽ തിക്കി. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ദൈവത്തോട് ചോദിക്കാൻ ദൈവസന്നിധിയിലേക്ക് പോയി. ഇന്ന് വരെയും നമുക്കത് എവിടെയാണെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല. എവിടെയായിരുന്നാലും അവൾ പോയി എന്ന് എഴുതിയിരിക്കുന്നു. യഹോവയോട് ചോദിക്കാൻ അവൾ പോയി. അന്ന് ദൈവാലയമില്ല,
അന്ന് ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. കാരണം യാക്കോബിന് മുമ്പുള്ള കാലമാണ്. ഈ സമയത്ത് എന്തായിരുന്നാലും അവൾക്ക് ദൈവവുമായിട്ട് സന്ധിക്കാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ദൈവത്തോട് ചോദിക്കാൻ, സംസാരിക്കാൻ ഒരു ഇടമുണ്ട്. ഈ ഇടം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടതാണ്. അവിടെ വന്നാൽ അവന് മറുപടി ഉണ്ട്. അവൻ്റെ ആവശ്യങ്ങൾ അവിടെ അവനെ അറിയിക്കാം. നിശ്ചയമായിട്ടും കർത്താവ് അതിന് മറുപടിയും നൽകും. അങ്ങനെ റിബേക്ക ചെന്നു, ആ സ്ഥലത്ത് ചെന്ന് കർത്താവിനോട് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, 2 കുട്ടികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങളാണ്. നിന്റെ ഗർഭത്തിൽ നിന്ന് തന്നെ 2 വംശങ്ങൾ വേർതിരിയും. മൂത്തവൻ ഇളയവനെ സേവിക്കും മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉടയവൻ പറഞ്ഞപ്പോൾ തൻ്റെ കാര്യത്തിൻ്റെ കിടപ്പ് അവൾക്ക് മനസ്സിലായി. അവൾ തിരിച്ചു പോകും. നമ്മളിവിടെ ചിന്തിക്കുന്നതിൻ്റെ കാരണം, ഏത് വിഷയങ്ങൾക്കും മറുപടി ദൈവത്തിൻ്റെ അടുക്കലുണ്ട്. എന്നാൽ ചോദിക്കുന്ന മനുഷ്യന് ദൈവത്തിൻ്റെ സന്നിധി എവിടെയാ, നിനക്ക് എവിടെയാണ് ദൈവത്തിൻ്റെ സന്നിധി വെച്ചിരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞ് അവിടെ ചെന്നാൽ ആ കാര്യങ്ങൾക്ക് പരിഹാരമാണ്. ദൈവം ഒരു പക്ഷേ ഒരു മനുഷ്യൻ പാപം ചെയ്ത് അവന് മുഖം മറച്ചാൽ, അവന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാതിരുന്നാൽ, അവനെ ശിക്ഷിച്ചാൽ, എന്ത് ചെയ്താലും ഈ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയില്ല. കാരണം സന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞത് ഏറ്റവും അവസാനത്തെ പടിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ചിന്തിപ്പാൻ ഇടയായി തീർന്നു. ദാവീദ് ചെയ്ത പാപനിമിത്തം അവനിൽ നിന്ന് നിർമ്മലമായ ഹൃദയം പോയി, മനസ്സൊരുക്കമുള്ള ആത്മാവ് പോയി, സ്ഥിരമായ ആത്മാവ് പോയി, രക്ഷയുടെ സന്തോഷം പോയി, ദൈവം അധരത്തെ തുറക്കാൻ തക്കവണ്ണം സംസാരിക്കുന്ന അവസ്ഥ അത് പോയി. യാഗത്തിൽ പ്രസാദിക്കുന്നില്ല, അതും നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. ഇനി ശേഷിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. ഇത് രണ്ടും കർത്താവ് നീക്കിക്കളഞ്ഞിട്ടില്ല. ഇത് എല്ലാ മനുഷ്യർക്കും പാഠമാണ്. കാരണം ഇന്നും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകളെ മടക്കുവാൻ, കർത്താവിനോട് ചോദിക്കാൻ ഒരു ഇടം. ആ ഇടം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറ്റുപോകാൻ പാടുള്ളതല്ല. കാരണം വചനം നമ്മെ പഠിപ്പിക്കുന്നത് ആ ഇടം അറ്റുപോയ ഒരാളാണ് ശൗല്. ശൗലിനെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായിട്ട് സന്ധിക്കാൻ ഒരു ഇടമില്ല, നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനിലില്ല, ഒന്നുമില്ല. നീ എവിടെ ചെന്ന് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഏത് സമയത്തും ചെല്ലാവുന്നൊരു ഇടമുണ്ട്. ദൈവം നമ്മുടെ ആശ്രയമാണ്. വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. ഏത് സമയത്തും കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞിട്ടില്ല എങ്കിൽ അവന് ചെന്ന് കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകളെ മടക്കുവാനൊരു ഇടം ഉണ്ട്. അത് ദൈവത്തിന്റെ സന്നിധിയാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് ദൈവത്തോട് പറഞ്ഞാൽ ആ വിഷയങ്ങൾക്ക് പരിഹാരമാണ്. ഒടുവിൽ ശൗൽ തൻ്റെ ജീവിതത്തിന് ഭീഷണി നേരിട്ടപ്പോൾ, യുദ്ധം വന്ന് താൻ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള നില വന്നപ്പോൾ, കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനും ജാഗരിപ്പാനും നോക്കി. ഊറീം ഉള്ളവനെ കൊണ്ടുവന്നു, തുമ്മീം ഉള്ളവനെ കൊണ്ടുവന്നു, പുരോഹിതന്മാരെ സമീപിച്ചു, പ്രാർത്ഥിച്ചു കിടന്നു സ്വപ്നമുണ്ടോ എന്ന് നോക്കാൻ. എന്നാൽ സ്വപ്നത്തിലോ ദർശനത്തിലോ ദൈവം മറുപടി നൽകിയില്ല.
യാതൊരു ദർശനവും ഉണ്ടായില്ല. ഊറിമ കൊണ്ടോ തുമ്മിമ കൊണ്ടോ ദൈവം ഉത്തരമരളിയില്ല. ശൗലിനോട് ഉത്തരം പറയാൻ ദൈവം തയ്യാറില്ല. കാരണം ദൈവസന്നിധിയിൽ നിന്ന് അവനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. എത്ര ഭയങ്കരമാണ് ആ അവസ്ഥ! എത്ര ഭയങ്കരമാണ്! ദൈവത്തിന്റെ വചനം പറയുന്ന ഒരാൾക്ക് ബന്ധനം വന്നു എന്ന് വരിച്ച്, താഴ്ച വീഴ്ച വന്നു എന്ന് വെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവനെ തള്ളിക്കളഞ്ഞു എന്ന് പറയാൻ സാധ്യമല്ല. കാരണം നമ്മൾ പഠിക്കുന്നത് ശിംശോൻ തൻ്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെടുത്തി ശത്രുവിന് അടിമയായി പോയി. തൻ്റെ ജഡകളേഴും തീർത്ത് കളഞ്ഞു. അങ്ങനെ ശത്രു അവനെ പരിഹസിക്കുന്ന സമയത്തേക്ക് ശക്തിയില്ലാതെ അവസ്ഥയിലായി തീരാനിടയായി തീർന്നു. എന്നാൽ ഒടുവിൽ അവൻ്റെ വേദനയുടെ ആധിക്യത്തിൽ അവൻ ഇപ്രകാരം പറഞ്ഞു, യഹോവേ, എന്നെ ഓർക്കണമേ, എന്നെ ഓർക്കണമേ കർത്താവേ. ഇനിയും ജീവിക്കാനല്ല, പിന്നെയോ ശത്രുക്കൾ ഫെലിസ്തർ നശിപ്പിച്ചിരിക്കുന്ന എൻ്റെ ഈ 2 കണ്ണുകൾക്ക് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം എനിക്ക് ശക്തി നൽകണം. ഈ ഒരു പ്രാവശ്യം. അവിടെ ഇടനിലക്കാരോ മധ്യസ്ഥരോ ഒന്നുമില്ല. കാരണം ബന്ധനം കർത്താവ് കൊടുത്തിട്ടുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് അവൻ അറ്റുപോയിട്ടില്ല. ഇന്നും അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലാൻ തക്കവണ്ണം ദൈവം അവനെ ഗണ്യമാക്കാൻ തക്കവണ്ണം ഒരു നന്മ അവനിലുണ്ട്. ജീവിതത്തിൽ തെറ്റുണ്ട്, കുറ്റമുണ്ട്, കുറവുകളുണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും അശേഷം നന്മയില്ലാതെ ഇനി ഇതിനെ നന്നാക്കിയെടുക്കാൻ സാധിക്കുകയില്ല എന്ന് ദൈവം വിധിച്ച് തള്ളിക്കളഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ചാണ് യെരമ്യാപ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. തുരുത്തി ഊതുന്നത് വെറുതെ, ഊതിക്കഴിക്കുന്ന പണി വെറുതെ, ദുഷ്ടന്മാർ നീങ്ങിപ്പോകുന്നില്ലല്ലോ. ദൈവം ഊതിക്കഴിച്ചുകൊണ്ടിരിക്കുക. എത്ര ഊതിയിട്ടും ദുഷ്ടത നീങ്ങിപ്പോകുന്നില്ല എങ്കിൽ, എത്ര ശ്രമിച്ചിട്ടും ഇതിനകത്ത് നന്മയില്ല എന്ന് കണ്ടാൽ, അതായത് വേർതിരിച്ചെടുക്കാൻ സാധിക്കാത്ത വെള്ളിയാണ് ഇതിലുള്ളത്. ഇതിലുള്ള വെള്ളി എന്ന് പറഞ്ഞാൽ കീടത്തോടു കൂടി മാത്രമേ നിൽക്കൂ. അതായത് ജാതികളുടെ നന്മ പോലെ. നമ്മൾ നോക്കുമ്പോൾ ജാതികളിലും നന്മയുള്ളവരുണ്ട്, നീതിയുള്ളവരുണ്ട്, ശ്രേഷ്ഠതയുള്ളവരുണ്ട്. എന്നാൽ അതിനെ നീക്കിക്കളയാൻ സാധിക്കില്ല. ജാതികളുടെ തിന്മ, ജാതികളുടെ ദുഷ്ടത നീക്കിക്കളയാൻ സാധിക്കില്ല. യഥാർത്ഥത്തിൽ ജാതി എന്ന് പറഞ്ഞാൽ നീക്കിക്കളയാൻ സാധിക്കില്ല. കാരണം കർത്താവിനോട് കൂടെ സഞ്ചരിച്ച് ജീവിച്ച് കർത്താവിന്റെ ശിഷ്യനായി തീർന്ന യൂദ, അവൻ പലപ്പോഴും അനുദവിച്ചതായിട്ട് വചനത്തിലുണ്ട്. മാത്രമല്ല കർത്താവിനോട് മരിക്കാൻ തയ്യാറായിട്ട വാക്ക് യൂദയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നന്മയില്ലേ? ഉണ്ട്, നന്മയുണ്ട്. പക്ഷേ അതിനപ്പുറം തിന്മയുണ്ട്. ഇത് ഇടകലർന്ന ഒരിക്കലും അവനിൽ നന്മ മാത്രം ശേഷിക്കുന്ന ഒരു അനുഭവമില്ല. ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ശോധന വന്നിട്ടുണ്ടെങ്കിൽ അവൻ തിന്മ ചെയ്യും. അവിടെയാണ് കറക്കൻ പിള്ളിയുടെ പ്രത്യേകത. നമ്മൾ കാണുമ്പോൾ ഇത്രയും നല്ലൊരു സഹോദരൻ, ഇത്രയും നല്ല ഉപകാരം ചെയ്യുന്ന ഒരു സഹോദരൻ എന്ന് നമ്മൾ പറയും. എന്നാൽ ദൈവം അവന് ശോധനയിൽ കൂടി കടത്തുമ്പോൾ അവൻ ചെയ്ത ഉപകാരത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ള ഏറ്റവും വലിയ ദോഷം ചെയ്യും. അവൻ ഏത് വിശ്വസിക്കും? ദൈവം അവനെ വിശ്വസിക്കില്ല. കാരണം നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ ഫലം എന്ത് ചെയ്യണം? നിലനിൽക്കണം. നിങ്ങൾക്കൊരു നന്മയുണ്ടെങ്കിൽ അത് നിലനിൽക്കണം. ശോധന വരുമ്പോൾ ആ ഫലത്തിന് വിപരീതമായിട്ടുള്ള ഫലം ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കറക്കൻ വെള്ളി എന്നാണ്. ഇങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത വെള്ളിയാകുമ്പോൾ കർത്താവ് തള്ളിക്കളയുന്നതാണ്. അപ്പൊ നന്മയുണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷെ യഥാർത്ഥത്തിൽ നന്മയല്ല. അത് നന്മയല്ല.
കാരണം നിലനിൽക്കാത്ത നന്മയാണ്. കാണുമ്പോഴുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. കാഞ്ഞിരത്തിൻ്റെ ഫലത്തിന് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. അല്ല പഴുത്ത് തുറുത്ത് കിടക്കണ കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ അതിൽ നിന്ന് കയ്പോ അതിൻ്റെ അനുഭവമോ അതിൻ്റെ തിക്തഫലമോ നീക്കിക്കളയാൻ സാധിക്കില്ല. അത് ഇടകലർന്നതാണ്. കാണാൻ ഭംഗി, ഉപയോഗത്തിൽ ദോഷം. ഇതാണ് ലോകജാതികളുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ഇത് യൂദയുടെ ശ്രേഷ്ഠത അങ്ങനെയാണ്. യൂദയ്ക്ക് ഒരുപാട് നല്ല ഗുണങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും. കാരണം അവനൊരിക്കൽ കർത്താവിനോടൊപ്പം മരിച്ചാലും പോകാൻ തയ്യാറെടുത്തിട്ടുള്ളതും, കർത്താവിന് വേണ്ടി കർത്താവിന് വേണ്ടി തൈലം പൂശിയ അവളോട് നീരസപ്പെട്ട് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ ഈ പണം വിറ്റ്, ഈ തൈലം വിറ്റ് അതിൻ്റെ പൈസ കൊണ്ട് ദരിദ്രർക്ക് സഹായിക്കാമായിരുന്നല്ലോ എന്നൊക്കെയും അവൻ്റെ നല്ല വശങ്ങളെല്ലാം പലപ്പോഴും പലതിൽ പൊങ്ങി വരുന്നുണ്ട്. എന്നാൽ അപ്പം തന്നെ അവിടെ പറയുന്നുണ്ട്, അത് അവൻ ദരിദ്രരെ കുറിച്ചുള്ള വിചാരം കൊണ്ടൊന്നും അല്ല. അത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അറിയാം അവൻ യഥാർത്ഥത്തിൽ കള്ളനാണ്. ഇത് കറക്കൻ വെള്ളിയുടെ പ്രത്യേകതയാണ്. ഇങ്ങനെ വരുമ്പോഴാണ് ഒരു കാരണവശാലും യഹോവ അവരെ നിരസിച്ച് കളഞ്ഞതുകൊണ്ട് അവർക്ക് കറക്കൻ വെള്ളി എന്ന് പേരാകും. അവർക്ക് വെള്ളി വേർതിരിച്ചെടുക്കാൻ സാധിക്കാത്തൊരു നിലയിലേക്ക് വരുന്നു. ശൗലിൻ്റെയൊക്കെ ആദ്യത്തെ കാലം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എത്ര ഭയങ്കരമാണ്. കാരണം ശൗല് കർത്താവിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ പ്രസംഗിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ശൗലിൻ്റെ തിന്മയെക്കുറിച്ച് തന്നെ നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുന്നത് കേൾക്കാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്, പഠിക്കാറുണ്ട്. എന്നാൽ ശൗലിൻ്റെ നന്മയെക്കുറിച്ചോ? ശൗലിൻ്റെ നന്മയെക്കുറിച്ച് പഠിക്കുമ്പോഴോ വളരെ വളരെ നമുക്ക് കേട്ടാൽ അതിശയിക്കത്തക്ക രീതിയിൽ ഒരു ശ്രേഷ്ഠത ശൗലിനുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അവനെ എതിർത്തവരോട് അവൻ ക്ഷമിക്കാൻ തയ്യാറായതും, അവൻ്റെ സ്വന്തം കാഴ്ചയ്ക്ക് ഏറ്റവും എളിയവനായിരുന്നതും, അവൻ ശമൂവേലിനോട് പറയുന്ന തൻ്റെ എളിമയുടെ വാക്കുകളും, ഓരോ ശത്രുക്കളെ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ നശിപ്പിച്ച് കളയാതെ വണ്ണം അതിൽ ശ്രേഷ്ഠന്മാരായവരെ തന്നോട് ചേർക്കുന്നതും, ഇങ്ങനെ അനവധി കാര്യങ്ങൾ ശൗലിന് നന്മയുണ്ട്. എന്നാൽ അതൊന്നും നിലനിൽക്കുന്ന നന്മയല്ല. സാഹചര്യം വരുമ്പോൾ ഓരോന്ന് ദൈവം പരിശോധിക്കുമ്പോൾ അതിനൊക്കെയും വിരുദ്ധമായിട്ട് അവൻ ചെയ്യുമെന്ന് തെളിയിച്ചു. ദൈവത്തെക്കുറിച്ചുള്ള എരിവിലും ദൈവത്തോടുള്ള സ്നേഹത്തിലും അവൻ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ക്ഷുദ്രക്കാരെയും എല്ലാം നശിപ്പിച്ചു കളഞ്ഞെങ്കിൽ അതേ മനുഷ്യൻ തന്നെ, അതേ വ്യക്തി തന്നെ തനിക്ക് പ്രതിസന്ധി വന്നപ്പോൾ ക്ഷുദ്രക്കാരെയും മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും അന്വേഷിച്ചതിൻ്റെ തെളിവാണ് വെളിച്ചപ്പാടത്തിൻ്റെ അടുത്ത് പോയത്. അപ്പോൾ നമ്മൾ ഇവിടെ ചിന്തിക്കുന്നതിൻ്റെ സാരം എന്തെന്നാൽ, മനുഷ്യന് നന്മയുണ്ടെന്ന് നമുക്ക് തോന്നും, നമ്മളിലും നന്മയുണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷേ ശോധന വരുമ്പോൾ നമ്മുടെ നന്മയ്ക്ക് നേരെ വിരുദ്ധമായിട്ടുള്ള തിന്മ നമ്മിലുണ്ട് എന്ന് വരുന്നു. നന്മ നിലനിർത്താൻ സാധിക്കുന്നില്ല, അതിന് നേരെ എതിരുള്ള തിന്മ വരുമെങ്കിൽ ദൈവം ഏതിനെ തിരഞ്ഞെടുക്കും? നന്മ നിലനിന്നില്ല എങ്കിൽ ദൈവം തിരഞ്ഞെടുക്കുന്നില്ല. ഇങ്ങനെ വന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നന്മകൾ ഓരോന്നോരോന്നായി ശൗല് നേരെ എതിര് പ്രവർത്തിച്ചു കഴിഞ്ഞു. 85 പുരോഹിതന്മാരെ ദൈവഭയമില്ലാതെ വെട്ടിക്കളഞ്ഞു. ഒരു കുടുംബത്തെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. ദാവീദിനെ കൊല്ലാനായിട്ട് ആയുഷ്കാലം മുഴുവൻ വളരെ നാളുകൾ ശ്രമിച്ചു. ഇങ്ങനെ അവനിൽ അശേഷം നന്മയില്ല എന്ന് മനസ്സിലായതോടുകൂടി, വെളിപ്പെട്ടതോടുകൂടി ദൈവം തൻ്റെ സന്നിധിയിൽ നിന്ന് അവനെ തള്ളിക്കളഞ്ഞതിന് ശേഷമാണ് പിന്നീടുണ്ടായ അനുഭവം. എന്ത് ചെയ്യും? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്ദർഭമാണ് ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്ത് ചെയ്യണം? ആര് മറുപടി പറയും? മനുഷ്യൻ മറുപടി പറയാനില്ല, ദൈവം മറുപടി പറയുന്നില്ല, ആരും അതിന് തക്ക മറുപടിയോ ആലോചന പറയാൻ ഒരാളില്ല. എന്ത് ചെയ്യും? കർത്താവിന് സ്തോത്രം. ദൈവസന്നിധിയിൽ
ഇന്ന് നാം ചിന്തിക്കുന്നത് ഇതാണ്. ദൈവം നമുക്ക് മറുപടി തരേണ്ടവനാണ്. ദൈവസന്നിധിയിൽ നാം മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് നമ്മെ ഇതുവരെയും തള്ളിക്കളയാതെ നമ്മെ കാത്ത ദൈവം നമ്മളോട് മറുപടി പറയാൻ മതിയായവനാണ്. അതുകൊണ്ടിന്ന് നമ്മൾ ഉപവാസവും പ്രാർത്ഥനയുമായി കർത്താവിന്റെ സന്നിധിയിലിരിക്കുമ്പോൾ, ദൈവമേ, ദാവീദ് പറഞ്ഞതുപോലെ നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് എടുക്കരുതേ. കർത്താവേ, ഇന്ന് ഞങ്ങൾ യഹോവഭക്തനായ പുരുഷൻ ആര്? താൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കുമെന്ന് കർത്താവിന്റെ വചനത്തിലുള്ളതുപോലെ ഇന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മോടൊപ്പം ഇരിക്കണം. കർത്താവ് നമ്മോടൊപ്പം പ്രവർത്തിക്കട്ടെ. കർത്താവിൻ്റെ കരുണ നമ്മോട് വിട്ടുപിരിയാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. യേശുവേ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയാതെ, കർത്താവെ, ഞങ്ങൾക്ക് വേണ്ട ആലോചനകളും തീരുമാനങ്ങളും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വേണ്ട വഴികളും എല്ലാം എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്ന ദൈവമായിരിക്കുന്നതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. പിന്നെ നാം മഹത്വം കൊടുക്കുവാനാകട്ടെ. ഒരിക്കൽ കൂടി താഴ്ത്തുന്ന കർത്താവ് യേശുവേ, നാഥാ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ അത്യശന്ത ശക്തിയാൽ ഞങ്ങളെ നേർവഴിയിൽ നടത്തി കർത്താവിനെ എത്തിപ്പാൻ എൻ്റെ കർത്താവ് പ്രസാദിക്കുമാറാകണം. പിന്നെ നാം മഹത്വം കൊടുക്കുവാനാകട്ടെ. കാത്തോളം അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. കുരിശിൻ്റെ തണൽ